ഈ നാടകം എവിടം വരെ പോവാന്നറിയാനാ ഞാൻ മിണ്ടാ നിന്നത്. അപ്പോ ഈ ഫയൽ നീ കൊടുത്തുവിട്ടല്ലേ? അല്ല അല്ല ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇവന്റെ കയ്യിൽ ഫയൽ കൊടുത്തുവിടുന്നേ? അല്ല അമ്മ തന്ന്. മണ്ടൻ. ഇവൻ എത്ര ബുദ്ധിയില്ലാത്തവനായിരുന്നു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ചെല്ല്, നീ പോയി സൈൻ വാങ്ങ്. ഇതോടെ നീ ഈ വീടിന് പുറത്താ. എല്ലാരും ചേർന്ന് നിന്നെ ഇവിടെ നാട്ടി ഓടിക്കും. ദുർഗ, എന്തുപറ്റി? വലിയ സന്തോഷത്തിലാണല്ലോ. ചന്ദ്രാമ്മ എന്നോട് നല്ല സ്നേഹത്തിൽ സംസാരിച്ചു. അമ്മയെന്ന് വിളിച്ചോളാനും പറഞ്ഞു. തനിക്ക് വിശ്വാസമില്ലല്ലേ? ഞാൻ പറഞ്ഞ സത്യോടോ? ഇങ്ങനെ സ്നേഹത്തിലാണെങ്കിൽ അച്ഛനും അമ്മ എന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആരും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ലല്ലോ. അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ ഈ ഫയൽ അച്ഛൻ്റെ സൈൻ വാങ്ങിയിട്ട് വേഗം വരാം. കിരൺ, എന്ത് സൈൻ? ഈ ഫയൽ എവിടുന്ന? ഇത് ചന്ദ്രാമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങാൻ തന്നതാ. ആ, അതിനകത്ത് എന്ത് പേപ്പേഴ്സ് ആണെന്ന് കിരൺ നോക്കിയോ? ഇല്ല. അതൊന്ന് നോക്ക്. ശേ, അതൊക്കെ മോശമല്ലേ? നമ്മൾ വിശ്വസിച്ചൊരു കാര്യം തന്നു കഴിയുമ്പോൾ നമ്മളതിലെങ്ങനെ സംശയത്തോടെ നോക്കാൻ പാടില്ല. നമ്മളൊക്കെ ബേസിക്കലി പോലീസാണ് കിരൺ. എല്ലാം ഒരു സംശയത്തോടെ വേണം നോക്കാനും കാണാനും. കുടുംബത്തിനകത്ത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നോക്കാനും പാടില്ല. അതൊക്കെ വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കുകയുള്ളൂ. അതല്ല കിരൺ. താൻ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ചന്ദ്രമ്മ ആദ്യമായിട്ടൊരു ജോലി ഏൽപ്പിച്ചതാ. ഞാനത് ചെയ്യട്ടെ, എന്നിട്ട് സംസാരിക്കാം. കിരൺ, ഞാനിപ്പോ വരാം. ശോ. അച്ഛാ, അച്ഛാ. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ട് എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന്? അതോ വെറുതെ ഓരോന്ന് പറഞ്ഞ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കണോ നീ? അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. അമ്മ എന്നോട് ഈ ഫയലിൽ അച്ഛനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അമ്മയോ? ഇവിടെ ആരാണ് നിന്റെ അമ്മ? ചന്ദ്രമതി അമ്മയാ എന്നോട് പറഞ്ഞത്. നിന്റെ മനസ്സിൽ നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? കൊള്ളാലോ നീ. ഞാൻ നിന്റെ അച്ഛനും ചന്ദ്രമതി നിന്റെ അമ്മയും അല്ലേ? ഞാനായിട്ട് വിളിച്ചതല്ല, അമ്മ തന്നെ എന്നോട് അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്. വെറുതെ ദേഷ്യപ്പെടാതെ ഇതിൽ സൈൻ ചെയ്യേ. എടാ, നീ എന്താ വിചാരിച്ച എനിക്ക് തലയ്ക്ക് സുഖമില്ലാന്നോ? ചന്ദ്രമതി നിന്നോട് പറഞ്ഞോ എന്നെ കൊണ്ട് ഈ ഫയൽ സൈൻ ചെയ്ത് മേടിക്കാൻ? അതെ. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അമ്മയെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. അതൊന്നും വേണ്ട. അപ്പൊ എന്നെ വിശ്വാസമാണ്. അച്ഛാ, പ്രതി, നീ എന്തായി കാണിക്കുന്നേ? അത് ഞാനല്ല അങ്ങോട്ട് ചോദിക്കേണ്ടത്. എന്ത് പൊട്ടത്തര അച്ഛനെ കാണിക്കുന്നേ? എടാ, ഞാൻ ഇത് സൈൻ ചെയ്യാൻ പോയല്ലായിരുന്നോ? ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അച്ഛൻ വായിച്ചു നോക്കിയോ? അത് ആരെങ്കിലും വന്നും എവിടെയെങ്കിലും സൈൻ ചെയ്യാൻ പറഞ്ഞാ എന്താണെന്ന് നോക്കാതെ അത് സൈൻ ചെയ്യുകയാണോ വേണ്ടത്? ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കണ്ടേ? നീ എന്തറിഞ്ഞിട്ടാ പ്രതി ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിന്റെ അമ്മയാ ഇത് സൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടത്. ആര്?
അമ്മ ഇവന്റെ കയ്യിൽ ഫയൽ കൊടുത്തു വിട്ടുന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്ന അച്ഛൻ അറിയാവുന്നതല്ലേ? അത് മാത്രമല്ല, അമ്മയ്ക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടുടാ എന്ന് പുറം പണിക്ക് വരുന്നവർക്ക് വരെ അറിയാം. അങ്ങനെയുള്ളപ്പോ ഇവന്റെ കൊടുത്തു വിടുവോ? അത് ശരിയാണല്ലോ. ഇത് ഇവൻ അച്ഛനെ പറ്റിച്ചതാ. നിർത്ത്. ഇത് പറയേണ്ടത് നിങ്ങളല്ലല്ലോ, ചെറിയമ്മയല്ലേ? അതെ, ആന്റി എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഇത് ആന്റി കൊടുത്തുവിട്ട ഫയലാണെന്ന് പറഞ്ഞ ഈ പ്രശ്നം തീരുമല്ലോ. ഈ നാടകം എവിടം വരെ പോവാന്നറിയാനാ ഞാൻ മിണ്ടാ നിന്നത്. അപ്പോ ഈ ഫയൽ നീ കൊടുത്തുവിട്ടല്ലേ? അല്ല, അല്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇവന്റെ കയ്യിൽ ഫയൽ കൊടുത്തുവിടുന്നേ? അല്ല, അമ്മ തന്നത്. സത്യമാണോ നീ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വേറെ രാജ്യത്തൊന്നും അല്ലല്ലോ, ഈ വീട്ടിൽ തന്നെയല്ലേ. എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ വന്ന് സൈൻ ചെയ്യിക്കില്ലേ? അല്ലെങ്കിൽ എന്റെ മകനും മരുമകളും ഇവിടില്ലേ? ഇവരുടെ ആരുടെയും കൈ കൊടുക്കാതെ ഇവന്റെ കയ്യിൽ എന്തിനാ കൊടുത്തുവിടുന്നേ? എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ മാറ്റി പറയുന്നേ? അമ്മ തന്നെയല്ലേ ഈ ഫയൽ എന്റെ കയ്യിൽ തന്ന് സൈൻ ചെയ്ത് വാങ്ങി വരാൻ പറഞ്ഞത്? എന്താ നീ വിളിച്ചത്? അമ്മയോ? ഞാൻ എങ്ങനെയാടാ നിന്റെ അമ്മയാവുന്നത്? ഞാനാണോ നിന്നെ പ്രസവിച്ചത്? അതോ എന്റെ ഭർത്താവിന്റെ ജാരസന്തതിയാണോ നീ? അമ്മേ വേണ്ട. ഇവനെ കൊച്ചാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അച്ഛന്റെ പേരിന്റെ കൂടെ ഇവന്റെ പേര് ചേർക്കാൻ പാടില്ല. പിന്നെ ആരായും തന്നൊക്കെ അറിയാത്തവൻ എന്നെ അമ്മാന്ന് വിളിച്ചാ എനിക്ക് ദേഷ്യം വരില്ലേ? എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് ഓരോന്നും ക്ഷമിക്കുമ്പോ ലിമിറ്റ് വിടുന്നു. ഇപ്പൊ എന്തിനാ ഇവനിങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കിയത്? അതറിയാൻ ഇവരോട് എന്തിനാ ചോദിക്കുന്നേ? ആ പേപ്പർ വായിച്ചു നോക്കിയാ പോരെ? അതെ, നോക്കട്ടെ. അച്ഛാ, നമ്മുടെ സ്വത്തിന്റെ പകുതി ഇവന് എഴുതി കൊടുക്കണമെന്ന് കള്ള വിൽപത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവൻ. എടുത്തേ, മാറിക്കടാ. എടാ നീ